ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് വന്നേക്കുന്ന ഡെൻഡ്രോബിയത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈപ്പ് പ്ലാന്റുകളാണ് കേട്ടോ വന്നേക്കുന്നത്. സ്റ്റാൻഡേർഡ് ടൈപ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ ഡെൻഡ്രോബിയ ഓർക്കിഡിൻ്റെ സെയിലാണ് കേട്ടോ. സീഡ്ലിംഗ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 വെറൈറ്റിയുടെ ഒരു കോംബോ സെയിലായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. 10 വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്ന 1200 രൂപയാണ് റേറ്റ് വരുന്നത്. പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. അപ്പോൾ കളർ സെലക്ഷൻ ഉണ്ടായിരിക്കില്ല. നമ്മൾ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും 10 വെറൈറ്റിയുടെ ആയിരിക്കും. ടാഗ് ഉണ്ടായിരിക്കില്ല. പക്ഷേ എല്ലാം സെപ്പറേറ്റ് കളറുകളായിരിക്കും, സെപ്പറേറ്റ് വെറൈറ്റീസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നതെന്ന് അവർ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ നെറ്റ് പോലത്തെ ഒരിതില്ലേ, അതിൻ്റെ അകത്ത് റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ തൊണ്ടിൻ്റെ പീസൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർ നമുക്ക് അയച്ചു തരിക. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ആ നെറ്റ് പോലെയുള്ളത് മാത്രം ഒന്ന് ഇളക്കി മാറ്റിയിട്ട് നമ്മൾ ആ തൊണ്ടോട് കൂടി തന്നെ ഒരു 3.5 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് റീപോട്ട് ചെയ്താൽ മതി എന്നാണ് നമ്മളോട് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞാണ്. ഇതെല്ലാം ഞങ്ങൾക്കറിയാം എന്നുള്ള കമൻറ്റ് ദൈവത്തെ ഓർത്തിടരുത് കേട്ടോ. അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞാണ്. നമ്മളോട് പ്ലാന്റുകൾ അയക്കുന്നവർ നമ്മളോട് പറഞ്ഞു തന്ന കാര്യം നമ്മൾ എന്തായാലും വീഡിയോയിൽ പറയുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഒരു 3.5 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് മാറ്റി നമ്മുടെ കരിക്കട്ടയൊക്കെ ഇട്ട് റീപോട്ട് ചെയ്ത് നട്ടാൽ മതി കേട്ടോ. പിന്നെ ഇത് ചെയ്യേണ്ടത് വെള്ളം കൊടുക്കുന്നതൊക്കെ അറിയാമല്ലോ. ആഴ്ചയിൽ 2 ദിവസമൊക്കെ വെള്ളം കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ. ഇതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വരുന്നത്. 2-3 ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതിൽ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ടിൻ്റെ പീസ് ആണ് നമ്മൾ നെറ്റ് പോലെയുള്ളതിൽ നിന്ന് ഇളക്കി എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൺഷെയ്ഡിൽ തൂക്കിയാൽ മതി. എന്ന് വെച്ചാൽ വെയിലധികം വേണ്ടാത്ത സൺലൈറ്റ് മാത്രം കിട്ടുന്ന രീതിയിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് മിറാക്കിൾ ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രീൻ കെയർ ഇതിലേതെങ്കിലും ഒന്ന് ആഴ്ചയിൽ 2 ദിവസം വെച്ച് സ്പ്രേ ചെയ്ത് ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് സെയിൽ ചെയ്യുന്ന, ഇത് വളർത്തി റെഡിയാക്കി എടുക്കുന്നവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ പറഞ്ഞ ഞാൻ ഒന്നുകൂടെ പറയാം. മിറാക്കിൾ ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രീൻ കെയർ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ആഴ്ചയിൽ 2 ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളം ആഴ്ച 2 ദിവസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മളുടെ പ്ലാന്റിനെ പറ്റി അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി, നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. എല്ലാം ഇത് കാണുമ്പോൾ അറിയാമല്ലോ, എല്ലാം ഏകദേശം ഒരേ ഒരു ലെവലിൽ വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്. ഇനിയിപ്പോൾ പ്ലാന്റ് സൈസ് ക്ലിയർ ആവാത്തൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഇതിൽ വരുന്ന പ്ലാന്റാണ്. രണ്ടും ചിലതിനൊക്കെ 2 ബ്രാഞ്ച് 3 ബ്രാഞ്ച് ആ ഒരു ഷൂട്ടോട് കൂടി അങ്ങനെ വരുന്നതാണ്. ചിലതിൻ്റെ ആ ഒരു വെറൈറ്റി അനുസരിച്ച് പലതും അറിയാമല്ലോ, പലതും പല രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടേ.